ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മയും മകനും കൂടി അവിടെ ഇരുന്ന് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. നടത്തിയ പ്ലാൻ എല്ലാം പൊളിഞ്ഞു പോയതിൻ്റെ പേരിൽ. അപ്പം നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്താലും അതെല്ലാം പാളിപ്പോവാണല്ലോടാ, പൊളിഞ്ഞു പോവാണല്ലോടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുവാട്ടോ നമ്മുടെ ജലജ അഭിയോട്. അപ്പോൾ അത്രയ്ക്ക് ദോഷമുള്ളൊരു ജാതകമാണ് നിൻ്റേതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആശാത്തി പറയണത്. അപ്പോൾ അതിനെന്തിനാ അമ്മ എന്നെ പറയുന്നത്? അമ്മയുടെ വയറ്റിൽ തന്നെയല്ലേ ഞാൻ ജനിച്ചത്. അപ്പോൾ പിന്നെ എനിക്ക് അത്രയ്ക്കൊക്കെ ഗുണമേ ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞു. എടാ, ആദർശവും അനിയും വിനയം കൊണ്ടും സ്നേഹം കൊണ്ടും നിന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കീഴ്പ്പെടുത്തിയെടുത്തവരാണ്. അതിന് നിനക്ക് ഒന്നിനു കഴിഞ്ഞില്ലല്ലോടാ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അതുകൊണ്ടേ ഇനി ആദർശവും അനിയും കൂടെ ചേർന്ന് മൂർത്തീസ് ജ്വല്ലറി ഭരിക്കുമ്പോഴേ വല്ല നക്കാപ്പിച്ചയും വാങ്ങിച്ച് നീ ഇവിടെ ഏതെങ്കിലും മൂലയിൽ ഒതുങ്ങിക്കൂടാനായിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെയൊന്നും ഒതുങ്ങത്തില്ലമ്മേ, ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഞാനെന്ന് പറയുമ്പം എന്തോന്ന് കാത്തിരിപ്പാടാ. 2 മരുമക്കൾ വന്നു, ഒരു പ്രയോജനവും ഇല്ല. മൂന്നാമതൊരുത്തി കൂടി വരാൻ പോവുക. എടുപ്പത് പൊന്നും പണവുമായിട്ടാ വരുന്നത്. അവളുകൂടി വന്നു കഴിഞ്ഞാലേ പിന്നെ നമ്മളൊരു മൂലയിൽ ചുരുണ്ടു കൂടേണ്ട അവസ്ഥയാണ്. അത് ഉറപ്പുള്ള കാര്യമാണ്, അത് ഓർമ്മയിൽ വേണമെന്ന് പറഞ്ഞു. നിന്റെ പെങ്ങന്മാർക്ക് പോലും പിന്നെ നല്ലൊരു ജീവിതം കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയുമ്പോൾ മൂർത്തീസ് ജ്വല്ലറി എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റാണ്, അതിൽ അംഗമാണ് നമ്മളും. അപ്പോൾ പിന്നെ ജ്വല്ലറിക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളിൽ ഒരു പങ്ക് അത് നമുക്ക് അവകാശപ്പെട്ടതല്ലേ അമ്മയെന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ, എടാ, ആ അവകാശങ്ങളൊക്കെ എടുത്തു കളയാൻ ഒരു നിമിഷം മതിയടാ. നിനക്കറിയാവല്ലോ, ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പുറമ്പോക്കാടാ. എടാ, ജന്മം കൊണ്ട് ഞാൻ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും മോളല്ല. അപ്പോഴേക്കും അഭി ഇങ്ങനെ വല്ലാത്തൊരിതിൽ നിൽക്കുക. അവരെന്നെ എടുത്തു വളർത്തിയതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അഭി ഞെട്ടി. അതൊന്നും നിന്റെ ഭാര്യയ്ക്കും നയനയ്ക്കും അവളുമാരുടെ അമ്മയ്ക്കോ ഒന്നും അറിയില്ല. ഇതൊക്കെ കേട്ടോ അഭി ഇങ്ങനെ ആകെ തല കറങ്ങി നിൽക്കുക കേട്ടോ. അതറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നവളെ പോലെ അവളുമാരും എന്നെ കൊച്ചാക്കാൻ തുടങ്ങിയേനെ. നിനക്കറിയാവോ, അതുകൊണ്ട് ഏത് നിമിഷവും നമ്മൾ പുറത്തു പോകാം. ആ ധാരണയോട് കൂടെ വേണം നമ്മൾ ജീവിക്കാനെന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പം നമ്മളെ ആരും പുറത്താക്കാനൊന്നും പോവില്ലമ്മേ. അങ്ങനെ പുറത്താക്കുകയാണെങ്കിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാൻ ഈ വീട് കത്തിക്കും, അമ്മ നോക്കിക്കോളാൻ പറഞ്ഞു. നമ്മൾ ഉൾപ്പെടെ എല്ലാവരും കത്തിപ്പോട്ടെ, എന്നാലും നമുക്ക് കിട്ടാത്തത് വേറെ ആരും അനുഭവിക്കേണ്ട എന്ന് അമ്മയും മോനും കൂടെ അങ്ങ് പറയണു. എടാ, അങ്ങനെയൊക്കെ ചിന്തിക്കാതെ സ്വന്തം നിലനിൽപ്പിനെ പറ്റി നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേന്ന് അമ്മ മകൻ ഉപദേശിച്ചു കൊടുക്കുന്നു. ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല അവളുമാർ എന്നെ ഇതുപോലെ പിടിക്കുമെന്ന്. വല്ലാത്തൊരു സംഭവമായിപ്പോയി. ഇനി ഇത് വെച്ച് അവളുമാർക്ക് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്ന് പറയുമ്പം, അമ്മേ, ഞാൻ പറഞ്ഞില്ലേ ഈ വീട്ടിൽ നിന്ന് ആദ്യം തുരത്തേണ്ടത് ആ നയനിയെന്ന് പറയുന്നവളെയാണെന്ന്. അവൾ ഇവിടെ ഉള്ളിടത്തോളം കാലം നമ്മളുടെ ഒരു കാര്യങ്ങളും നടക്കാനായിട്ട് പോണില്ല. ഇനിയിപ്പോൾ വരുന്നവൾ നയനെ പോലെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂടാ? അമ്മ, എങ്ങനെയെങ്കിലും തറവാട് പാർട്ടീഷൻ ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ മാറിയേ പറ്റുമെന്ന് പറഞ്ഞപ്പം മിണ്ടാതിരിയടാ നീയ. തറവാട് പാർട്ടീഷൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അന്ന് നിനക്ക് മനസ്സിലായതല്ലേന്ന് ചോദിച്ചു. വീണ്ടും അതിനെപ്പറ്റി പറയേണ്ട കാര്യമുണ്ടോ? ഇനി അതേപ്പറ്റി മിണ്ടിപ്പോയേക്കരുത്. അതാ നമുക്ക് നല്ലത്, നമ്മുടെ ആരോഗ്യത്തിനും നല്ലത്. ഇവിടെ നിന്നുകൊണ്ട് എല്ലാത്തിനെയും തമ്മി തല്ലിക്കണം, അടിച്ചു പിരിക്കണം, എങ്കിലേ നമുക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാവത്തുള്ളൂ. അതിനെ തലയ്ക്കകത്ത് ആൾ താമസമുള്ള ഒരു മോൻ എനിക്ക് വേണ്ടേ? ഇനി അമ്മ അതിനെക്കുറിച്ച് കൂടുതലൊന്നും എന്നോട് പറയാൻ നിൽക്കല്ലേ. ഇപ്പം അമ്മ ചെയ്തത് എന്താണെന്ന് ഞാൻ കണ്ടു, എനിക്ക് മനസ്സിലായി. എന്നോട് ആലോചിച്ച് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞാൻ നല്ല ബുദ്ധി അമ്മയ്ക്ക് പറഞ്ഞു തന്നേനെ. അയ്യോ എൻ്റെ പൊന്നോ, ഇനി നീ എനിക്ക് ബുദ്ധിയൊന്നും ഉപദേശിച്ച് തരല്ലേ പൊന്നുമോനെ. നിർമ്മലെന്ന് പറയുന്ന ഒരുത്തനെ കൊണ്ടുവന്നിട്ട് എന്തായടാ? നാണം കെട്ടവൻ. ഓരോരുത്തർക്ക് പൈസ കൊടുക്കുന്നത് മിച്ചം, അല്ലാതെ നിന്നെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോടാ? ഒരു ഗുണവും ഇല്ലെന്നും പറഞ്ഞ് അമ്മ അങ്ങ് പോകുമ്പോൾ മകൻ ഭയങ്കര കലിപ്പിൽ അവിടെ അങ്ങ് നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ അനിയാട്ടോ. അനി ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുന്നു. ഈ സമയത്ത് നയനെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് കാണാതെ പോയി മാല തിരിച്ചു കിട്ടിയതിൽ എനിക്ക് സങ്കടം ഉണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം സങ്കടമോ? എന്തിനാ ഏട്ടത്തിയതെന്ന് അനി ചോദിക്കുന്നു. അല്ല, ഞാൻ ആദ്യം കരുതിയത് ആ മാല മാറ്റിയത് ഹനിയാണെന്നാണെന്നും പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് ഈ കല്യാണത്തിനോട് ഇപ്പോഴും വലിയ താല്പര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പം, അയ്യോ അങ്ങനെയൊന്നും ഇല്ല ഏട്ടത്തി, ഇപ്പം ഞാൻ സാധാരണ നിലയിലേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അനി. ആ മാല കിട്ടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കല്യാണം മുടങ്ങിയേനെ. എന്ന് വെച്ചാൽ അത് മുടക്കാൻ ഇവിടെ ചിലരൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു നയന. അതൊക്കെ കേട്ട് അനി ഇങ്ങനെ വിഷമിച്ചിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എനിക്കൊരു സത്യം അറിയാവോ എന്ന് ചോദിച്ചു. അന്ന് നെല്ല് മുളപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നല്ലോ. അന്ന് മുളയ്ക്കാൻ വെച്ച നെല്ലിലെ ഇവിടെയുള്ള ആരോ എന്തോ ചെയ്തിട്ട് അത് നശിച്ചു പോയിരുന്നു. പിന്നെ ഞാനാ പുറത്തുനിന്ന് മുളച്ച നെല്ല് കൊണ്ടുവന്ന് വെച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനായിട്ടത്തി അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഈ വീട്ടിലെല്ലാവരുടെയും ഉള്ളിൽ ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് അത് മനസ്സിലാക്കിയിട്ട് അനി എല്ലാവർക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു നയന. എനിക്ക് അനാമികയോട് വലിയ താല്പര്യമൊന്നുമില്ലെന്നുള്ളത് സത്യമാണ് എന്ന് കരുതി ഞാൻ ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്യില്ല ഏട്ടത്തി, അതിനെന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാനി. എങ്കിലും ഈ കല്യാണം മുടങ്ങണമെന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട് ഈ വീടിനകത്ത്.
അതാദ്യം നീ ഒന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതാരാണെന്നൊക്കെ എനിക്കറിയാം എന്ന് അനി പറയുമ്പോൾ അറിയാമല്ലോ, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടെന്ന് കണ്ടാൽ അതിൽ പിടിച്ച് കയറുന്നവരാ അവർ, അതിനുള്ള സാഹചര്യം അനിയായിട്ട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല ഏട്ടത്തി എന്നും പറഞ്ഞു. ഇപ്പോൾ നന്ദുവിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ മാറി. പിന്നെ മുത്തശ്ശൻ്റെ കാര്യത്തിലാണെങ്കിലും മുത്തശ്ശൻ ഇപ്പോൾ ആ ഒരു വലിയ അസുഖത്തിൽ നിന്ന് റിക്കവറായി വന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ മുത്തശ്ശന് വാക്ക് തെറ്റിക്കേണ്ടി വന്നാൽ അത് മുത്തശ്ശന് വലിയൊരു ഷോക്കായി മാറുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. നമ്മൾ മക്കളും കൊച്ചുമക്കളും ഒക്കെ പ്രായം ചെന്നവരുടെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കേണ്ടതെന്നെല്ലാം പറഞ്ഞ് അനിയെ ഉപദേശിക്കുന്നു നയന. അതുകൊണ്ട് ചുണക്കുട്ടനായിട്ട് അനാമികയുമായിട്ടുള്ള വിവാഹത്തിന് തയ്യാറെടുക്കണം കേട്ടോ. ഇപ്പോഴും അവളുടെ ഉള്ളിലെ ചെറിയൊരു കരട് അനിയെപ്പറ്റി ഉണ്ട്. അതിന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കരുത്, അവളെ കൊണ്ട് വേണ്ടാത്തൊന്നും ചിന്തിപ്പിക്കരുത്. അവളുടെ മനസ്സിൽ ഇനി അങ്ങോട്ട് ആ ഓരോ ചിന്തകൾ ഉണ്ടാകരുത്. പിന്നെ അങ്ങനെ ഒരു ചിന്ത അവളുടെ ഉള്ളിലുള്ളത് കൊണ്ട് നന്ദുവിന് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും എന്നുള്ള കാര്യം നയനെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. നയനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പാവ അനി ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അനി സങ്കടത്തിൽ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നയനയും നവ്യയും കൂടെ സംസാരിക്കാം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നയനെ, ഇപ്പം നമ്മുടെ അമ്മയെ കളിയാക്കിയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു നവ്യ. അപ്പം അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ഇത്രയും വലിയൊരു കുടുംബത്തിൽ പിറന്നിട്ടും അവരിങ്ങനെയായി പോയത് എങ്ങനെയാണെന്ന് നയന. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല, എങ്ങനെയെങ്കിലും നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം, അതുമാത്രം അവർ ചിന്തിക്കുന്നതെന്ന് നവ്യ നയനയും കൂടെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കനക അങ്ങോട്ടേക്ക് വന്നു. പുതിയൊരു പെൺകുട്ടി വരാൻ പോവുക, ഒരുപാട് സ്വർണം കൊണ്ടൊക്കെ ആയിരിക്കും അവൾ വരാൻ പോകുന്നത്. അത്യാവശ്യം സ്വർണം മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ ലോക്കർ കൊണ്ടുവന്ന് വെക്കാൻ അവളോട് പറയണമെന്ന് പറഞ്ഞു നവ്യ. കനക്ക് അതൊക്കെ കേൾക്കുക. അല്ല ആദർശേട്ടനോട് നീ അത് പറഞ്ഞാലും മതിയെന്ന് പറഞ്ഞു. ഇപ്പം സംഭവിച്ചതുപോലെ അഭിയോ അവൻ്റെ അമ്മയോ സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട് നമ്മുടെ തലയിൽ കൊണ്ടുവന്ന് വെച്ചാലോ എന്ന് നവ്യ പറഞ്ഞു. ശരിയാണെന്ന് കനകത്തിനും തോന്നി. തെറ്റ് ചെയ്തിട്ട് അത് അമ്മയുടെ തലയിലാക്കാൻ വേണ്ടി എന്തെല്ലാം നാടകങ്ങൾ അവർ കളിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കനകം ഇത് കേട്ടു കേട്ടോ. കനകം ഞെട്ടി. അപ്പോഴാണ് കനകത്തിന് അവരാണ് ഇതിൽ കളിച്ചതെന്ന് മനസ്സിലായത്. മക്കളെ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ മക്കളും ഞെട്ടി. അപ്പോൾ അവരാണോ ഇതിൻ്റെ പിന്നിൽ കളിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അമ്മ നിങ്ങൾ എന്താ എന്നോട് വിളിച്ചു വയ്ക്കുന്നത്, എന്നോട് പറയാൻ പറഞ്ഞു. അങ്ങനെ നയനയും നവ്യയും കൂടി ചേർന്ന് സംഭവിച്ച കാര്യങ്ങൾ കനകത്തിനോട് പറയാം. എൻ്റെ ഈശ്വരാ, എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ നവ്യ പറഞ്ഞു, ഒരു സമയത്ത് ഞാൻ നിങ്ങളെ എല്ലാവരെയും കുറ്റപ്പെടുത്തി അവർക്കൊപ്പം നിൽക്കുകയായിരുന്നു, എന്നാൽ ഇപ്പോൾ അഭിയുടെ ഭാര്യയായിട്ട് തുടരാൻ പോലും എനിക്ക് ആഗ്രഹമില്ല എന്ന് നവ്യ പറയുന്നു. പിന്നെ നിവർത്തികേടുകൊണ്ടാണ് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നതെന്നും നവ്യ ഇങ്ങനെ പറയുക കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ അവർ രണ്ടുപേരും നന്നാകുമെന്ന് കരുതിയിട്ടാണെന്നും നവ്യ പറയുമ്പോൾ ചേച്ചിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്, അതിനെ ഓർത്തിട്ടെങ്കിലും ഇനി പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കരുതെന്ന് നയന പറഞ്ഞു. അപ്പോൾ ആ കുഞ്ഞ് അവൻ്റെ കുഞ്ഞല്ലെന്നല്ലേ അവൻ പറയുന്നതെന്ന് നവ്യ. അവനങ്ങനെ പറഞ്ഞാലും സത്യം ചേച്ചിക്ക് അറിയില്ലേ എന്ന് നയന നവ്യയോട് ചോദിച്ചു. എന്നാലും എൻ്റെ മക്കളെ ഏതെല്ലാം രീതിയിലാണ് അവനും അവൻ്റെ അമ്മയും കൂടെ ചേർന്ന് നമ്മളെ ദ്രോഹിക്കാൻ നോക്കുന്നത്, നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു. എന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം എൻ്റെ ഭാഗങ്ങളിൽ നിന്ന് മാലയങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ മൂർത്തി സാറും ആദർശമോൻ്റെ അച്ഛനും ഒക്കെ നമ്മളെ സംശയിക്കില്ലായിരുന്നോ എന്ന് കനകൻ ചോദിക്കുകയും ചെയ്തു. നിങ്ങളുടെ അച്ഛൻ്റെ കഷ്ടപ്പാട് അറിയാവുന്നത് കൊണ്ട് എൻ്റെ പിറന്നാളിനോ മറ്റേതെങ്കിലും വിശേഷ ദിവസങ്ങളിലോ ഒരു ഗ്രാമിൻ്റെ സ്വർണം കൊണ്ടുവന്നാൽ പോലും ഞാനത് വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ കൈനീട്ടി വാങ്ങിച്ചിട്ടില്ല മക്കളെ. അങ്ങനെയുള്ള ഞാൻ സ്വർണം മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുന്നതാണോ മക്കളെ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വീട്ടിലെ ഇതുപോലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അഭിയെയും അവൻ്റെ അമ്മയെയും തന്നെയാണെന്ന് നയന പറയുക. അമ്മ ഇവിടുത്തെ നിൽക്കുന്നിടത്തോളം കാലം അവരെ വളരെയേറെ സൂക്ഷിക്കണമെന്നും പറഞ്ഞു കൊടുത്തു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ അങ്ങനെ തന്നെ ഇവിടെ നിൽക്കുന്നു, അമ്മയ്ക്കത് അറിയാമെന്ന്. പക്ഷെ അതിനിടയിൽ ഇങ്ങനെയുള്ള പണികളൊക്കെ ഒപ്പിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ലല്ലോ മക്കളെ എന്ന് പറഞ്ഞു. ആ മാല ഇപ്പം എൻ്റെ ബാഗിൽ നിന്ന് കണ്ടെടുത്തിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടാകുമായിരുന്നോ എന്നൊക്കെ അമ്മ ഇങ്ങനെ മോളോട് ചോദിക്കുകയും ചെയ്തു. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല അമ്മേ, വെറുതെ വിടാൻ പാടില്ല. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അമ്മ ഞങ്ങളെ മുൾമുനയിൽ നിർത്താറുണ്ടല്ലോ, അതുപോലെ അവരെയും നിർത്തണം. എന്തായാലും ചില നേരത്ത് നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെ മുത്തശ്ശിയുടെയൊക്കെ ആ ഒരു കരുണ കൊണ്ടാണ് നമ്മളിവിടെ പിടിച്ചു നിൽക്കുന്നത് എന്ന് നയന പറഞ്ഞു. അതിപ്പോഴും ആദർശിന് മോളോട് സ്നേഹമൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചു കനകം. അപ്പോൾ ഇപ്പം സ്നേഹമൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ഞാനിവിടുന്ന് 2 ദിവസം മാറി നിന്നപ്പോൾ ഒരിഷ്ടമൊക്കെ. പക്ഷെ അമ്മായിയമ്മ അടുക്കളക്കാരിയായിട്ടാണ് ഇപ്പോഴും എന്നെ കാണുന്നതെന്ന് പറഞ്ഞപ്പം അത് നീ വിട്ടുകൊടുക്കുന്നത് കൊണ്ടല്ലേ എന്ന് നയനയോട് നവ്യ ചോദിച്ചു. എന്നെ അമ്മയൊക്കെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ നല്ല തക്ക മറുപടിയാണ് കൊടുക്കുന്നത്, അല്ലാതെ തല താഴ്ത്തി പോവുകയല്ല എന്നും പറഞ്ഞു. അപ്പോൾ ആദർശേട്ടൻ്റെ അമ്മയോട് നേർക്ക് നേരെ നിന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന പറയാം, അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ആദർശേട്ടനെ ആയിരിക്കുമെന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അത് നയനമോള് പറഞ്ഞത് 100% ശരിയാണ്, അമ്മായിയമ്മയെ ഒരു പരിധിവരെ അനുസരിച്ച് പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് കനകവും പറഞ്ഞു കൊടുത്തു. പക്ഷേ അവളെ ഞാൻ വെറുതെ വിടത്തില്ല, ആ താടകയെ അവക്കെട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകം. അവൾക്ക് എന്നെ കുറേയൊക്കെ മനസ്സിലായതാ, ഇനിയും അവൾക്ക് കുറച്ചുകൂടി മനസ്സിലാകാനുണ്ട്, മനസ്സിലാക്കി കൊടുക്കും ഞാനെന്ന് പറഞ്ഞ് കനക അവിടെ നിന്ന് പോയി.
അപ്പോൾ കനകം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മക്കൾ രണ്ടുപേരും കൂടി ഇങ്ങനെ അവർ ചെയ്ത തെറ്റ് എല്ലാവരെയും അറിയിക്കേണ്ടതായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. നമ്മളിങ്ങനെ ഓരോന്നും മൂടി വെക്കുന്നത് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്നും നവ്യ പറയുകയാണേ. ഇന്ന് അവരാണ് കള്ളിന്ന് തെളിയിച്ചിരുന്നെങ്കിൽ ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ നമ്മുടെ മേൽ പഴി ചേരാൻ അവർക്ക് തോന്നില്ലായിരുന്നു, അവർ ചെയ്യില്ലായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ പോട്ടെ ചേച്ചി, നമുക്ക് ഇത്തവണ കൂടി ക്ഷമിക്കാമെന്ന് പറഞ്ഞു നയന നവ്യയോട് പറയുമ്പോൾ അങ്ങനെ ക്ഷമിച്ച് അവസാനം നമ്മുടെ ജീവിതം ഇല്ലാതാകും. അത് അവസാനം സംഭവിക്കാൻ പോകുന്നതെന്നും നവ്യ പറഞ്ഞു കൊടുക്കുന്നു. ഇനി ഒരുത്തി വരുന്നുണ്ട്, അവൾക്കാണെങ്കിൽ ഒരു മാനേഴ്സും ഇല്ലാത്ത ഒരുത്തി. എന്നോട് കളിക്കാൻ വന്നാലേ ഞാൻ വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ലെന്നും പറഞ്ഞ് നവ്യ നയനയോട് പറഞ്ഞു. അവൾക്ക് കുറച്ച് സമ്പത്ത് കാണും എന്ന് വെച്ച് നമ്മളെക്കാളും മുകളിലൊന്നും അല്ല അവളെന്നും പറഞ്ഞ് നവ്യ പറയുക. അതും പറഞ്ഞ് നവ്യ അങ്ങ് പോയി. പിന്നെ നയന ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു. പിന്നെ രാത്രിയായി. അനന്തപുരി തറവാട്ടിൽ ജലജ മുറിയിൽ കയറിയിരിക്കുന്നു. ഇവിടെ കനകം അങ്ങോട്ട് കയറി ചെന്നില്ലേ. കയറി ചെന്നിട്ട് എന്താ ഇത് എന്ന് ചോദിച്ചു. ഇതേ ആപ്പിളും ഓറഞ്ചും ഒക്കെ ചേർന്നുള്ള ഫോറിൻ ജ്യൂസാണ്, ഇത് കുടിച്ചാലേ നല്ല കളർ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് കുടിക്കുമ്പോൾ ആ കൊള്ളാലോ, എന്നാൽ പിന്നെ ഞാനും കുറച്ച് കുടിച്ചോട്ടെ എന്ന് പറഞ്ഞ് കനകം ചോദിക്കുന്നു. എന്താ അത്ര ആലോചിക്കാൻ, താനെ ഇങ്ങനെ തന്നെയെന്ന് പറഞ്ഞ് പിടിച്ച് പറിച്ച് മേടിക്കുക. ജലജ പേടിച്ചിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ കനകം ഇത് എടുത്തു വന്നിട്ട് മണത്ത് നോക്കിയിട്ട് നമ്മുടെ കനകം അതങ്ങ് കുടിച്ചു. പക്ഷെ അത് എന്തോ മദ്യം പോലത്തെ എന്തോ ഒരു സംഭവമായിരുന്നു. ഇത് കുടിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കനകം അപ്പോൾ കനകം ഇത് കുടിച്ചു കഴിഞ്ഞപ്പോൾ കനകത്തിന് എല്ലാവരുടെയും മുന്നിൽ നാറ്റിക്കാൻ കിട്ടുന്നൊരു അവസരമാണ്. അപ്പോൾ അത് മാക്സിമം മുതലാക്കണം. എന്തായാലും കുടിച്ച് കൂത്താടിയെന്നും പറഞ്ഞ് ഇവളെ ഇവിടെ നിന്ന് തുരത്താവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ജലജ. അപ്പം കനകം ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. എന്താടി നീ ആലോചിക്കുന്നതെന്ന് ചോദിച്ചപ്പം എടീന്നോ, പിന്നെ നിന്നെ എന്തോന്നാടി വിളിക്കുന്നത്, മഹാറാണി എന്നാണോടി എന്ന് ചോദിച്ചുകൊണ്ട് ജലജയോട് ദേഷ്യപ്പെടുക കനകവേ. ഞാൻ നിന്നെ വിളിക്കാനല്ല വന്നത്, ചില കാര്യങ്ങൾ പ്രവർത്തിക്കാനാണെന്ന് പറഞ്ഞ് കനകം അങ്ങ് തുടങ്ങിയില്ലേ. അങ്ങനെ ജലജയുടെ കയ്യിൽ നിന്ന് കുടിക്കാനുള്ളത് മേടിച്ച് കുടിച്ചിട്ട് നമ്മുടെ കനകം അവിടെ പൊളിച്ചടുക്കുകയാണ്. കൊടുത്തു. ജലജയുടെ ചെവിക്കല്ല് തീർത്ത് നമ്മുടെ കനകം ഒരെണ്ണം കൊടുത്തു കിട്ടും. ശബ്ദിച്ച് പോകരുതെന്ന് പറഞ്ഞ് ചെന്നില്ല നമ്മുടെ കനകം. എന്നിട്ട് അവിടെ കഴുത്തിനൊക്കെ പിടിച്ച് ഞെക്കി. ഏതായാലും വെളുക്കാൻ വെച്ചത് പണ്ടായി. അപ്പോൾ ഫോൺ എടുത്ത് നമ്മുടെ ജലജ വിളിക്കാൻ തുടങ്ങി. നീ ആരും അടി വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഫോണും തട്ടിപ്പറിച്ചങ്ങ് മേടിച്ചു. ഇനി നീ ആരെയാണ് വിളിക്കുന്നതെന്ന് എനിക്ക് കാണണമെന്നും പറഞ്ഞു. പിന്നെ അവിടെ കിടന്ന് അങ്ങോട്ട് എന്താ പറയുന്നത്, നമ്മുടെ കനകം അങ്ങ് പൊളിച്ചെടുക്കുമല്ലേ. ആ മാല കട്ടെടുത്തത് ആരാണെന്ന് നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കോടി എന്നും പറഞ്ഞോ. കയറി കിടക്കടി, കിടക്കാനെന്നും പറഞ്ഞുകൊണ്ട് ജലജയെ പിടിച്ച് കിടത്തുന്നു. പിന്നെ നമ്മുടെ കനകം കിട്ടിയ അവസരമല്ല അത് നന്നായിട്ട് അങ്ങ് ഉപയോഗപ്പെടുത്തുന്നു. ജലജയാണെങ്കിൽ കനകത്തിനെ പേടിച്ച് വിറച്ച് ഇങ്ങനെ അവിടെ മൂലയ്ക്ക് കിടക്കുക. അപ്പോഴത്തേക്ക് ആ ജ്യൂസ് മുഴുവനെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കനകം കുടിച്ചു. നാശം എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ അവിടെ കിടക്കുക. നേരം രാവിലെ ആയി. ഇതേ നമ്മുടെ കനകം അവിടെ തന്നെ കിടക്കുന്നു. ജലജ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആ കുപ്പിയും കെട്ടിപ്പിടിച്ച് തന്നെ കനകം കിടക്കുന്നത്. അങ്ങനെ കനകമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തലയ്ക്കൊക്കെ പിടിച്ച് ഇങ്ങനെ വല്ലാത്തൊരിതിൽ ഇങ്ങനെ പതുക്കെ എഴുന്നേറ്റ് വരുക കേട്ടോ. അങ്ങനെ കനകം എഴുന്നേറ്റ് വരുമ്പം എടി നീ എന്തിനാടി ഇന്നലെ ഡോറൊക്കെ പൂട്ടിയെന്ന് ജലജ ചോദിച്ചു. അപ്പം നീ തുറക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം എൻ്റെ മൊബൈൽ എവിടെയാണെന്ന് ചോദിച്ചപ്പം മൊബൈലൊക്കെ ഞാനെടുത്ത് തരാം, ഇന്നലെ രാത്രി നീ ആരെയും വിളിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് പിടിച്ചു മേടിച്ചതെന്ന് പറഞ്ഞു കനകം. അതെ, ഞാനിത് ആരോടും പറയില്ല എന്ന് നീ കരുതണ്ടെന്ന് പറഞ്ഞപ്പം ഇന്നലെ നീ എനിക്ക് തന്നതേ വൈനാണെന്നൊക്കെ എനിക്ക് അറിയാമെന്ന് നമ്മുടെ കനകം നേരം പറഞ്ഞു. എനിക്ക് നിന്നോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ഒറ്റ അടിക്ക് അങ്ങ് കുടിച്ച് തീർത്തതെന്നും കനകം പറയുക. എങ്കിലല്ലേ നാവിൽ നല്ല വർത്തമാനം വരുള്ളൂ നിന്നോട്. ഓ അപ്പം അത് ശരി, നീ അറിഞ്ഞുകൊണ്ട് കുടിച്ചതാണല്ലേ എന്ന് കനകത്തിനോട് ജലജ പറയുമ്പോൾ കുടിച്ചിലൊക്കെ ഇട്ട് നീ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അറിയാം, നല്ല ഫോറിൻ ജ്യൂസാണ്, ശരീരം വെളുക്കും തുടുക്കും എന്നൊക്കെ പറഞ്ഞു വൈൻ തന്നിട്ടേ ഇപ്പം നീ എന്നോട് ചൂടാകുന്നോടി എന്ന് ചോദിച്ചുകൊണ്ട് കനകം. ഓ ഇവിടെ ഒരു ഗ്ലാസ് വൈനൊക്കെ ഞാൻ കുടിക്കാറുണ്ട്, അതിനപ്പുറം ഒന്നും ഇവിടെ ആരും കുടിക്കാമല്ലെന്ന് പറഞ്ഞപ്പം ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല, പിന്നെ ഞാൻ മനഃപൂർവ്വം കുടിച്ചതാണ് എന്ന് നിന്നോട് പറഞ്ഞതാണല്ലോ. നീ ഇത് ആരോടെങ്കിലും പറയുകയാണെങ്കിൽ അതിനപ്പുറം പറയാൻ ചിലതൊക്കെ എൻ്റെ മനസ്സിലുണ്ടെന്ന് നമ്മുടെ കനകം അങ്ങ് പറഞ്ഞു. ജലജ ഇങ്ങനെ നോക്കൂ അതെന്താണെന്ന്. പൂജാമുറിയിൽ വെച്ച മാല എൻ്റെ ബാഗിൽ എങ്ങനെയാടി വന്നത് എന്ന് നമ്മുടെ കനകം ചോദിച്ചപ്പോൾ ജലജ ഞെട്ടി. അപ്പോൾ അവളുമാരല്ലേ ഇവളോട് പറഞ്ഞെന്നാ തോന്നുന്നതെന്ന് ജലജ അവിടെ നിന്ന് അന്നേരം ചിന്തിക്കാം. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടപ്പോൾ നീ എന്താടി ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചു കനകം. അത് എൻ്റെ മക്കളുണ്ടല്ലോ, നീ കരുതുന്നത് പോലെ ചെളിക്കുണ്ടിൽ കിടന്നവരൊന്നും അല്ല, പ്രത്യേകിച്ച് എൻ്റെ നയനമോള് കേട്ടോടി. പിന്നെ അവളുടെ മനസ്സിൽ നന്മയുള്ളത് കൊണ്ടാണ് ഇന്നലെ ഈ സംഭവം ആരും അറിയാതെ പോയത്. പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? ഞാൻ പോലും അറിഞ്ഞില്ല. പിന്നെ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണെന്നും പറഞ്ഞു നമ്മുടെ കനകം. അപ്പം പിന്നെ കാര്യങ്ങൾ ചോദിച്ച് ഞാനങ്ങ് മനസ്സിലാക്കിയെടുത്തു. ദേഷ്യം കുറച്ചൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോഴാണ് നീ എനിക്ക് നിൻ്റെ വൈൻ എടുത്ത് തരുന്നത്. പിന്നെ കുടിച്ചിട്ട് രണ്ട് വർത്തമാനവും പറയാത്ത ആൾക്കാരുണ്ടാവൂടി. അപ്പം ഏത് ശനി സമയത്താണോ നീ അല്ല ഈ വീട്ടിൽ വന്ന് കയറിയതെന്ന് ജലജ പറയുമ്പം ഞാൻ പറയാവടി,
ഈ വീടിനകത്ത് ശനിക്ക് കയ്യും കാലും വെച്ച് ഒരു തീം അവരുടെ മകനുണ്ട്. അവരെ കൈകാര്യം ചെയ്യാനായിട്ടാണ് ഞാനും എൻ്റെ മക്കളും ഇങ്ങോട്ടേക്ക് വന്നത്. എന്താടി സംശയമുണ്ടോ? പിന്നെ എൻ്റെ നയനമോൾക്കരികിൽ നിന്റെ വേലത്തരം ഒന്നും നടക്കാൻ പോകുന്നില്ല. നിന്നെ അവൾ അരച്ച് കാലയ്ക്ക് കുടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ വീട്ടിൽ നടക്കേണ്ടിരുന്ന പല അക്രമങ്ങളും ഇല്ലാണ്ടാക്കിയതേ എൻ്റെ നയനമോള് തന്നെയാടി. കാരണമേ ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ എല്ലാം പിന്നിലും നിങ്ങളും നിങ്ങളുടെ മകനും ആയിരിക്കുമെന്ന് അവൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ തുറച്ചു നോക്കുന്നു ജലജെ. നീ ഇങ്ങനെ വരിഞ്ഞു മുറുക്കുണ്ടടി. എൻ്റെ ബാഗിൽ നിന്നും മാല കണ്ടെടുത്തിരുന്നെങ്കിലേ ഞാൻ ഈ വീട്ടിലൊരു കള്ളിയായേനെ. നീ അതല്ലേടി ഉദ്ദേശിച്ചത്? എല്ലാവരോടും പിന്നെ അത് വെച്ച് പറയാമല്ലോ. എന്നെയും എൻ്റെ മക്കളെയും നിനക്ക് ഇവിടുന്ന് പുറത്താക്കാനും എളുപ്പമുണ്ടായിരുന്നല്ലോ. കഷ്ടമടി, കഷ്ടം. സാധാരണ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പെണ്ണുങ്ങൾ പോലും ചെയ്യാത്ത ക്രൂരതയാണ് നീ ഇപ്പം ഇവിടെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് കനകം പറഞ്ഞിട്ട്, അതിനെ വൈനല്ല നല്ല മദ്യം കഴിച്ചിട്ട് നിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കേണ്ടതെന്ന് പറഞ്ഞ് ജലജയ്ക്കിട്ടുള്ള പണിയുമായിട്ട് നമ്മുടെ കനകത്തിൻ്റെ സംഹാര താണ്ഡവമായിരുന്നു. എന്തായാലും ഇതെല്ലാം കണ്ടും കേട്ടും ജലജ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. എല്ലാവരുടെയും സ്നേഹത്തിന് 1000 നന്ദി വീണ്ടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്